ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പുതുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു മിക്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനൊരു പാന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു മിക്സ് ആക്കിയിട്ട് നല്ല കട്ടിയുള്ള പരുവത്തിലായി കിട്ടും. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് ഏകദേശം 1.5 കപ്പ് ഉണ്ടാകും. വേവിച്ച് വെച്ച് പിച്ചെടുത്തതാണ്. മിക്സിയിൽ വേണമെങ്കിൽ കറക്കിയെടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് കടിക്കാനുണ്ടാവും. ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് കസൂരി മേത്തി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്കുള്ള സ്പൈസസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഒന്നും നിർബന്ധമില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവും എളുപ്പം. അല്ലെങ്കിൽ കയ്യിലാകെ ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് ആക്കിയെടുക്കാം. കട്ലറ്റിൻ്റെ പോലെയോ അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള കോട്ടിങ് നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട ബീറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കോട്ടിങ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കണം. ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും ജസ്റ്റ് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യും പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അധിക സമയമൊന്നുമില്ലാതെ തന്നെ അത് ഫ്രൈ ആക്കി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളിലൊന്നും കുക്കാവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും.
അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.